തോന്നുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ കുറേ വെറുതെ പോയി. ഉസ്താദേ, പണ്ടല്ല ഞാൻ എന്തെല്ലാം തമ്മാടിത്തത്തിലപ്പെട്ടു. എൻ്റെ ജീവിതം കുറെ വെറുതെ പോയി, തെറ്റിലായി ജീവിച്ചു പോയി. ഇങ്ങനെ ഒരാൾക്ക് കഴിഞ്ഞ കാലത്തെ ജീവിതത്തെ ടെൻഷൻ ആവുന്നുണ്ടെങ്കിൽ ഒറ്റൊരമലെ നിനക്ക് വേണ്ടു, സ്വലാത്തുണ്ടായാൽ മതി. സ്വലാത്തുണ്ടെങ്കിൽ കഴിഞ്ഞ കാലത്തെ ദോഷവും പൊറുക്കും, വരാനിരിക്കുന്ന കാലത്തേക്ക് ഇൻവെസ്റ്റ്മെന്റ് ആവുകയും ചെയ്യും എന്ന് അബുൽ ഹസൻ ശാദുലി റളിയല്ലാഹു അൻഹു പറയുന്നു. യൂസുഫ് നബ്ഹാനി റഹ്മത്തുള്ളാഹി എടുത്ത് ഉദ്ധരിക്കുന്നു. നമ്മളൊക്കെ സ്വലാത്തിന്റെ അഹലുകാരാവണം. നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് ആരും അറിയണ്ട. സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും കൂലി ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ റിയാഓ കിബറോ വന്നാൽ ഹറാമിന്റെ കുറ്റവും ഉണ്ട് എന്നുള്ളത് ഓർമ്മയിൽ വേണം. നമ്മുടെ സ്വലാത്തിന്റെ എണ്ണ ആരും അറിയണ്ട. നമ്മൾ ഇത്ര സ്വലാത്ത് റബീഉൽ അവ്വൽ പൂർത്തിയാക്കി ഇത് മത്സരിക്കണ്ട. നമ്മളെ ബോധ്യപ്പെടുത്തിയാൽ മതി. സ്വലാത്ത് ചൊല്ലുന്നവന്റെ ഖൽബ് വേഗത്തിൽ നന്നാകും. സ്വലാത്ത് ചൊല്ലുന്നവന്റെ ജീവിതം നന്നായി കിട്ടും. സ്വലാത്തിനുള്ള പ്രത്യേകത ബാക്കി ഒറ്റ ഇബാദത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല. സ്വലാത്ത് ചൊല്ലുന്നു, ഒറ്റ സ്വലാത്തിലോടുകൂടി 10 ദോഷം പൊറുക്കും. സ്വലാത്താണെങ്കിൽ എന്തായാലും സ്വീകരിക്കുമെന്ന് ഉറപ്പുമില്ല. ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ 10 ദോഷം പൊറുക്കുമെങ്കിൽ ഒരു ഡെയിലി ഒരു 10-50 സ്വലാത്ത് ചെല്ലിയാൽ അയാളുടെ ജീവിതത്തിൽ എന്ത് ദോഷം ഉണ്ടാവുക? സുബ്ഹാനല്ലാഹ്. നമ്മൾ സ്വലാത്തിന്റെ അഹലുകാരാവണം.